ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നും പൂശിയ സ്വർണം മാത്രമാണ് കൊള്ളയടിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാണ് സൂചന. ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയുടെ ഫലം SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, വളരെ നിർണായകമായ ചില സൂചനകളാണ്. കാരണം കട്ടിളപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നില്ല, അതിൽ പൂശിയ സ്വർണം വളരെ വിദഗ്ധമായി കൊള്ളയടിച്ചു എന്ന തരത്തിലാണ് റിപ്പോർട്ട് വരുന്നതെന്നാണ് സൂചന. അങ്ങനെ തന്നെയാണ് രുജീഷ്. നേരത്തെ ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം അവിടെ നിന്നും 1700 ഗ്രാം സ്വർണം മോഷ്ടിക്കപ്പെട്ടതായാണ് VSSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴും VSSCയിൽ നടത്തിയ ആ പരിശോധനയിൽ ഈ കട്ടിളപ്പാളികൾ ആകെ മോഷ്ടിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിരുന്നില്ല. കാരണം കാലപ്പഴക്കം ഒരുപാടുണ്ട്. 90 കാലഘട്ടത്തിലാണ് ഈ കട്ടിളപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലുമൊക്കെ UB ഗ്രൂപ്പ് സ്വർണം പൂശിയത്. പക്ഷേ ഈ കട്ടിളപ്പാളി ഒന്നടങ്കം കൊണ്ടുപോയതാണ് എന്ന തരത്തിലായിരുന്നു ആദ്യം SITക്ക് ഈ പരിശോധന നടത്തിയതുമായി ബന്ധപ്പെട്ട് SITക്ക് ഉണ്ടായിരുന്ന സംശയം. അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ജംഷഡ്പൂരിലെ ദേശീയ ലാബിലേക്ക് അയക്കുകയും അത് കൃത്യമായി പരിശോധന ഫലം ഇപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. 8 സാമ്പിളുകളാണ് ശബരിമലയിൽ നിന്നും പ്രധാനമായും SIT ശേഖരിച്ചത്. 8 സാമ്പിളുകൾ ജംഷഡ്പൂരിലെ ദേശീയ ലാബിലേക്ക് അയച്ചു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിർണായകമായ കേസിനെ സംബന്ധിച്ച് തന്നെ നിർണായകമായ ഫലമാണ്. അതായത് കട്ടിളപ്പാളികൾ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അതിൽ പൂശിയ സ്വർണമാണ് ഇവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരുന്നതെന്നാണ് ഈ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ആ റിപ്പോർട്ട് SITക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കൊല്ലം കോടതിയിൽ റിപ്പോർട്ട് കൈമാറിയിട്ടുമുണ്ട്. കുറ്റപത്രം ഇനി ഉടൻ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാലതാമസം വരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ നിലനിന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിക്കാത്ത സാഹചര്യത്തിൽ കോടതിയിലെത്തുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് കോടതി തന്നെ ഒരു വ്യക്തതയില്ലാത്ത ഒരു കുറ്റപത്രമാകും എന്ന വിമർശനത്തിന് സാധ്യതയുണ്ടെന്ന് SIT ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ തന്നെ തീരുമാനിച്ചത്. അത് കോടതി നിർദ്ദേശവും ഉണ്ടായിരുന്നു, ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്ന്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ദേശീയ ലാബിലേക്ക് അയക്കുകയും അതിൻ്റെ ഫലം വരികയും ചെയ്തത്. എന്തായാലും കട്ടിളപ്പാളികൾ അവിടെ നിന്നും പോയിട്ടില്ല, അതിൽ പൂശിയ സ്വർണമാണ് പോയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ശാസ്ത്രീയ റിപ്പോർട്ടാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രതികൾക്ക് വളരെ നിർണായകമാവുകയാണ്. കാരണം അത് വിചാരണ നടപടികളിലേക്ക് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമഗ്രമായി തന്നെ ആ കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലതാമസം എടുത്തതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിനും നിർണായകമാണ്. പ്രത്യേകിച്ച് ഒരു കുറ്റവുമില്ലാത്ത ഒരു കുറ്റപത്രം തന്നെ സമർപ്പിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകണം രുജീഷ്. പ്രധാനമായും ഈ കോടതിയിൽ ഈ കുറ്റപത്രം കൊണ്ടു ചെല്ലുമ്പോൾ ഇത്രയും വിവാദമായ കേസ്, ഇത്രയും സ്വർണം അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടു, പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഇത്രയും സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നത് തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത്. അത് തന്നെയാണ് SIT അന്വേഷിച്ച് അതിൽ കൃത്യത വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും. ഈ രുജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പലർക്കും ജാമ്യം ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടി കേസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കും. നേരത്തെ VSSCയിൽ നടത്തിയ പരിശോധനയിൽ 1700 ഗ്രാം സ്വർണമാണ് അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടതെന്നാണ് കണ്ടെത്തിയത്. അത് പല കാലഘട്ടങ്ങളിലാണ്, ഇതെങ്ങനെയാണെന്ന് സംബന്ധിച്ചൊക്കെയുള്ള ഒരു വിശദമായ അന്വേഷണമാണ് SIT നടത്തിയിരുന്നത്. അതിൽ ഈ പ്രധാനമായും മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ സ്വർണം പോയതെന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ ഫലം കൂടി വന്ന സാഹചര്യത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കേസിനെ സംബന്ധിച്ച് തന്നെ നിർണായകമാകും. രുജീഷ്.